മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഗലാത്യക്കാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-11. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്നു പോലും. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചതും വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനി രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും അതുപോലെ കന്നിമൂല ഭയങ്കര കഷ്ടമാണ്. ദൈവമേ, ക്രിസ്ത്യാനിക്ക് കന്നിമൂലേ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു ഭാഗം കന്നിമൂലയെന്നും പറഞ്ഞ് ഒഴിച്ചിട്ടേക്കണം. വേറൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും വീടുമേൽ മുഴുവൻ ഹോള്, രഥം പോകാൻ വേണ്ടി ചെറിയ ഹോൾ ഇട്ടേക്കണം. ആൾക്കാർ കൊതുക് കയറാതിരിക്കാനുള്ള ഹോളൊക്കെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ തുള ഇങ്ങനെ ഈ മതിൽ, മറ്റേ മതിൽ, മറിച്ച മതിൽ, ഇതിൽ കൂടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. പിന്നെ എന്ത് കണ്ടിട്ടാണെന്ന് ആർക്കറിയാം ഈ തുളയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ രഥം പോണതാണ് ബ്രദറെ, തേര് പോണതാണ് ബ്രദറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബൈബിളിൽ എവിടെയെങ്കിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ പറഞ്ഞിട്ടുണ്ടായത്? കർത്താവ് ആരുടെയും വീടൊന്നും പൊളിപ്പിച്ചിട്ടില്ല. ഓരോ മഹാന്മാർ വന്ന് പറയുമ്പോൾ പൊളിക്കാനിരിക്കുന്നവരും പൊളിപ്പിക്കുന്നവരും ബാത്റൂം പൊളിക്കുന്നു, സെപ്റ്റിക് ടാങ്ക് പൊളിക്കുന്നു, സിറ്റ് ഔട്ട് പൊളിക്കുന്നു, കട്ടിലേം ജനലും വാതിലും പൊളിക്കുന്നു. എന്ത് കണ്ടിട്ടാണെന്ന് ആർക്കറിയാം? ക്രിസ്ത്യാനിക്ക് വായു ഭഗവാനല്ല, അഗ്നി ഭഗവാനല്ല, ജലം ഭഗവാനല്ല, പഞ്ചഭൂതങ്ങളെ ഒന്നും ബൈബിളിൽ ഒരിടത്തും ആരാധിക്കുന്നില്ല. നമ്മൾ അപ്പോസ്തലബോധനം 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലബോധനം 4:12 മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ, ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പിന്നെ ഈ പഞ്ചഭൂതത്തിനെയും രഥത്തിനെയും തേരിനെയും കന്നിമൂലേനെയും അന്വേഷിച്ച് ക്രിസ്ത്യാനി പോകുന്നത് എന്തിനാ? എന്തെങ്കിലും ഒരു എനക്കേട് വന്നാൽ ആരെങ്കിലും ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കും? ആരും മരിക്കാത്ത ഏതെങ്കിലും വീടുണ്ടാവും ഭൂമിയിൽ? രോഗം വരാം. ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ച സമയത്ത് ഓർക്കണയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെയുണ്ട്, കയറ്റിറക്കങ്ങൾ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനന മരണങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും, രോഗങ്ങൾ വരും. നമുക്കറിയാം, ആരും പ്രതീക്ഷിക്കാതെ വന്ന അപ്രതീക്ഷിതമായ ഒരു അടിയാണ് കോവിഡ് മഹാമാരി. എന്തോരം പേര് തൂത്തുവാരിപ്പോയി. ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കന്നിമൂലെ ഏതെങ്കിലും ദോഷമല്ലോ പറയാൻ പറ്റും. ഒരു പകർച്ചവ്യാധി വന്ന്, അതുപോലെ സുനാമി വന്ന്, പ്രളയം വന്ന്, എന്തൊക്കെ വന്നുപോയി, ഇനി എന്തൊക്കെ വരുമെന്ന് നമ്മുടെ ആരുടെയും പിടിപാടിലല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്കാ 19:9. ഇന്ന് വിശ്വാസിക്ക് ഇന്നെന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഇതാണ് ഏറ്റവും നല്ല സമയം. അല്ലാതെ രാഹുവും ഗുളികയും യമകണ്ഠകാലവും അതുപോലെ ജാതകം നോക്കലും എഴുതലും ഒന്നും ക്രിസ്തീയമല്ല, ക്രൈസ്തവ വിശ്വാസമല്ല. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുക. നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണ്. ഇനി ഭാവിയെക്കുറിച്ച് അന്വേഷിച്ച് ആദ്യം പിടിച്ച് കിടക്കുന്ന, ഭാവി നോക്കുന്നവരും പ്രവചിക്കാൻ നോക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 16-ാം അധ്യായത്തിൽ, ഭാവി പ്രവചനം വഴി യജമാനന്മാർക്ക് വരുമാനമുണ്ടാക്കിക്കൊണ്ടിരുന്ന അടിമ പെൺകുട്ടിയിലെ അശുദ്ധാത്മാവിനെ, ഭാവിയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ പറഞ്ഞത് പിശാചിൻ്റെ സഹായത്തോടെയാണ്. എന്ത് പിശാച് പറഞ്ഞാലും വേണ്ടില്ല, ഭാവി അറിഞ്ഞാൽ മതി. ഇനി അറിഞ്ഞിട്ട് എന്തിനാ തലക്ക് ഭ്രാന്തം പിടിച്ച് നടക്കും? ചിലരുണ്ട് ആരോ എന്തോ ചെയ്തു വെച്ചെന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നടപ്പാണ്. അവസാനം മാനസികത്തിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഡിപ്രഷൻ, അതുപോലെ സ്കീസോഫ്രീനിയ, ഹലൂസിനേഷൻ. ഏതോ ശക്തികൾ ഞങ്ങളെ നയിക്കുന്നു. ഏതോ ആരുടെയോ എന്തോ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞ ഒരു മാനസികമായ ഒരു രോഗാവസ്ഥ. സ്കീസോഫ്രീനിയയിലോട്ടൊക്കെ പോകും. അലറുക, പലമ്പുക, തെരവിളിക്കുക, ചീത്ത വിളിക്കുക, ഉപദ്രവിക്കുക, ഇതെല്ലാം അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മരുന്നെടുക്കേണ്ടി വരും. ഇനി മാനസിക രോഗമാണെന്ന് തിരിച്ചറിയാനും പറ്റാത്ത അവസ്ഥ. ഇത് പകരോ? ഇങ്ങനെയുള്ളവരെ കൂടി ജീവിക്കുന്നവരോട് കൂടി ജീവിച്ചാൽ തലക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ ഭ്രാന്ത് പിടിക്കൂ. കൂടെ ജീവിച്ചവർക്കും കുറേ ദിവസം കഴിയുമ്പോൾ മാനസിക രോഗം പകരുമോ? ഒരിക്കൽ ഞാനൊരു ആരോഗ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ വായിച്ചതോറൊക്കെയാണ് പകരും എന്നെഴുതിയിരിക്കുകയാണ് ആ ഡോക്ടർ. കാരണം അങ്ങനെ അവരെ കൂടി ജീവിച്ചും കേട്ടും കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കൂടെയുള്ളവർക്കും ഇതൊക്കെ ഏതാണ്ട് ശരിയാണോ ശരിയല്ലേ എന്നുള്ള, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും.
അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്ന വചനത്തിൽ പറയുന്നത്. ഉൽപ്പത്തി 1:10. കരയ്ക്ക് ഭൂമി എന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു, അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. അപ്പോൾ ദൈവം നല്ലതെന്ന് കണ്ടതിന് ദോഷമാക്കലാണ് ആരുടെ പണി? കന്നിമൂലയെന്നും അല്ല തേര് പോണതാണെന്നും ദോഷമുള്ളതാണെന്നും ആക്കി മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യുക, തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കുക. അതാ പിശാചിൻ്റെ പണി. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ വയറ്റിലൊക്കെ അടുത്ത് ഒരു വീട് പ്രശ്നമുണ്ടെന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ പണിക്കം വന്ന് പൊളിക്കണമെന്ന് പറഞ്ഞ കാര്യവും പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നിട്ട് എന്ത് ചെയ്ത്? അപ്പോൾ ആകെ കുടുംബത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയത്. ക്രൈസ്തവരാണ്. അപ്പോൾ വന്ന് പൊളിക്കണമെന്ന് അത് കണക്ക് ശരിയല്ല, ഇത് കണക്ക് ശരിയല്ല, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞ? അല്ല ബ്രദറെ, അവൻ്റെ ആ പണിക്കൻ്റെ അപ്പം വന്ന് ഇതാണ് ഏറ്റവും ശരിയെന്നും പറഞ്ഞ് ആ കണക്കിൽ പണിയിച്ചതാണ് ഇതൊക്കെ. ഈ കാര്യം ഇവനറിയില്ലായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആരെ കൊണ്ടുവരുമെന്ന് ഓർത്ത് നടന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മകം പണിക്കനെ കൊണ്ടുവന്നു. അപ്പം മകം പണിക്കനാണ് പറയുന്നത് ഈ കണക്ക് ഇത് ആര് ചെയ്യിച്ചതാണ്, ഇതെല്ലാം പൊട്ടത്തെറ്റാണെന്ന്. അതായത് ഇതിന് അടിസ്ഥാനപരമായ ഒരു കണക്കോ ശാസ്ത്രമൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ കണക്കിൻ രീതിയും അനുസരിച്ച് ഇങ്ങനെയുള്ള പല സങ്കടങ്ങളുമായിട്ട് ഉള്ള നല്ല വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞതും വീണ്ടും ദൈവം അനുഗ്രഹിച്ച് കൊടുത്തത് വെട്ടിപ്പൊളിച്ച് ആ ദോഷം ഈ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കടവും ഒന്നാമത്തെ ലോണും ബാധ്യത, അതിൻ്റെ പുറത്ത് അതിനേക്കാൾ വലിയ കൂനുമേക്കൊരു പോലെ ആയിത്തീർന്ന അവസ്ഥകൾ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞ ഇതാണ്, ഈ വീടിൻ്റെ സ്ഥാനം തെറ്റി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാത്തതെന്ന് ആശാരി പറഞ്ഞു. ഓ എൻ്റെ ദൈവമേ. അപ്പോൾ ഈ പറമ്പിലൂടെ ഒരു തേര് പോകുന്നുണ്ട്, അതിന് ഈ വീട് ഒരു തടസ്സമാണ്. ദൈവം പിന്നെ കിടന്നുറങ്ങുക. അതിനാൽ ഏതോ പൈശാചിക ശക്തി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പിശാചി നിങ്ങൾക്ക് തടസ്സം നിൽക്കണേണ്, പിന്നെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിപ്പിക്കൂലെന്നും പറഞ്ഞാണ് പേടിപ്പിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? തേരിന് പോകാൻ വേണ്ടി വീടിൻ്റെ കുറേ ഭാഗം പൊളിച്ച് ആ സ്ഥലം ഒഴിവാക്കി ഇടണമെന്നും പറഞ്ഞിട്ട് ഈ ദുർബല മനുഷ്യരെ കൊണ്ട് വിശ്വസിപ്പിച്ച് പൊളിച്ച് ഇടങ്ങേറാക്കിയിട്ടിരിക്കുക. വാടകയൊക്കെ കൊടുത്ത് നല്ല വാടകയൊക്കെ കിട്ടി ബാങ്ക് ലോണൊക്കെ അടച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഇയാൾക്ക് സുബോധം വന്നിട്ട് പറയണേ, അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ തീർത്ത് കളഞ്ഞാനെ. എൻ്റെ 10-25,000 രൂപയെ മേടിച്ചുകൊണ്ട് പോയി നല്ല ഒന്നാന്തരം വാടക കിട്ടിയിരുന്ന ആ കെട്ടിടം ഇടിച്ച് പൊളിച്ച് പഞ്ചീസാക്കി. ഈ മനുഷ്യന് ഗൾഫിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അപകടം പറ്റി കാലൊടിഞ്ഞ് തിരിച്ചു വന്ന് ഒരുപാട് നാൾ പിന്നെ ജോലിക്കൊന്നും പോകാതെയും വിദേശത്ത് പോകാൻ പറ്റാതെ ഇരുന്നപ്പോൾ പറഞ്ഞ, ദൈവമേ, ആ കെട്ടിടത്തിൻ്റെ വാടകയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവൻ്റെ ഒരു തേരും കൊണ്ട് വന്നിട്ട് അന്ധവിശ്വാസക്കാരൻ വന്ന് എൻ്റെ കാശും അടിച്ചുകൊണ്ട് പോയി വീടും പൊളി. ക്രിസ്ത്യാനിയാണ് ഈ പറയുന്നത്. 10,000-15,000 20,000 രൂപ അടുത്ത് വാടക കിട്ടിയിരുന്ന കെട്ടിടം വരുന്നു, തേര് പോകുന്നു എന്നും പറഞ്ഞ് നിഷ്കരുണം പൊളിപ്പിച്ച് കളഞ്ഞ അവസ്ഥകൾ. അതുപോലെ കന്നിമൂലയെന്നും പറഞ്ഞൊക്കെ സഹിക്കാൻ പറ്റാത്ത അന്ധവിശ്വാസങ്ങളാണ്. എൻ്റെ വീട്ടിൽ കിണർ കുത്തിയപ്പോഴേക്കും കിണർ കുത്താൻ വന്നവർ പറഞ്ഞ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമാണ്, സ്ഥാനക്കാരുടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരു വടി കുത്തി കൊടുത്തിട്ട് പറഞ്ഞ് ഇവിടെ കൊത്തിക്കോളാൻ പറഞ്ഞു. അയ്യോ ഇത് കന്നിമൂലയാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു പിന്നെ വേറെ ആളെ വിളിക്കണേ എന്തിനാ, നിങ്ങളില്ലേ അവിടെ തന്നെ കുത്തടോ എന്ന് പറഞ്ഞ്. ഇവിടെ ചുറ്റുപാടിനും ഇത്രയും നല്ല വെള്ളം, ഇവിടുത്തെ ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയാണ്, ഒറ്റ വീട്ടിൽ ഇത്രയും നല്ല വെള്ളമില്ല. ഇപ്പോൾ പൊക്കിപ്പറയുകയല്ല, ഇതാ ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാം. ദൈവം നല്ല കണ്ണീര് പോലത്തെ വെള്ളം, വേനൽക്കാലത്ത് പോലും വറ്റാത്ത വെള്ളം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. ഈ 2 വഞ്ചിയിലും കാല് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവർ കന്നിമൂലയെന്ന് പറഞ്ഞാൽ അയ്യോ സാറേ എന്നും പറഞ്ഞിട്ട്, പക്ഷെ വെള്ളം കണ്ട് നല്ല വെള്ളവും കണ്ടപ്പോഴേക്കും അതിശയിച്ചു പോയി. നല്ല തട്ടും കിട്ടി, നല്ല വെള്ളവും കിട്ടി, വേനൽക്കാലത്ത് പോലും പറ്റാതെ. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ക്ലോറിൻ ചേർന്ന വെള്ളം ഉണ്ടെങ്കിലും അതിൻ്റെ ചിലവ് കുറക്കാനായിട്ട് ഈ കിണർ വെള്ളവും കൂടെ ഉള്ളത് കൊണ്ടും, അതുപോലെ എന്തെങ്കിലും പൈപ്പ് പമ്പിംഗ് ഒക്കെ ഇല്ലാത്ത സമയത്ത് ദൈവസഹായത്താൽ നമുക്കത് പിടിച്ചു നിർത്താൻ സാധിക്കും. ചില വീടുകളിലൊക്കെ അന്ധവിശ്വാസം കാരണം, ഒരു വീട്ടിൽ എനിക്കറിയാം ചെല്ലുമ്പോൾ തന്നെ ആ ഉമർത്ത് സൈഡിൽ കിണറുണ്ടായിരുന്നു. അവരുടെ അപ്പൻ്റെ അമ്മയുടെ അന്ധവിശ്വാസം മൂത്തിട്ട് ആ കിണർ മൂടിച്ചു. പിന്നെ കുത്തിയ കിണർ അയൽവാസിയുടെ കക്കൂസ് ടാങ്കിൻ്റെ ഇവിടെ മതലി അപ്പുറത്ത് അവരുടെ കക്കൂസ് ടാങ്കായിരുന്നെന്ന് അറിഞ്ഞില്ല. കക്കൂസ് വെള്ളത്തിൻ്റെ മണം
അവസാനം വെള്ളം പരിശോധിപ്പിച്ച് അവർ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് തൊട്ടപ്പുറത്തെ പറമ്പിൽ മണ്ണുകൊണ്ട് മൂടിയിട്ടിരിക്കുന്ന അവരുടെ സെപ്റ്റിക് ടാങ്കും ഔട്ട് ലൈനും. കക്കൂസ് വേറെ ദൂരസ്ഥലത്താണ്, അവർ വളരെ ദൂരത്ത് കൊണ്ടുവന്ന് പറമ്പിൻ്റെ ഒരു മൂലക്ക് പണ്ടേ വെച്ചിരിക്കുന്നതാണ്. അതൊന്നും നോക്കാതെ കന്നിമൂലയും രാഹുകാലവും കുളികാലവും തേര് പോണതും എല്ലാം നോക്കേണ്ടത്. ഇതൊക്കെ കുത്തുമ്പോൾ തൊട്ടരിയിൽ കക്കൂസുണ്ടോ, മാലിന്യമുണ്ടോ, മലിനജലം ഉണ്ടോ എന്ന്. അതുകൊണ്ട് ആ കിണർ ഇന്നും ഉപയോഗിക്കാം. വല്ല ചെടിക്ക് എന്തെങ്കിലും വെള്ളം ഒഴിക്കുന്നത് തന്നെ ഈ കക്കൂസ് വെള്ളമാണ്. തൊട്ടരികിൽ തന്നെ അപ്പുറത്ത് കക്കൂസാണ്. എന്നിട്ട് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവരുടെ വീട്ടിൽ പെയിൻറ്റിങ്ങിന് വന്ന ആൾ ഈ അപ്പുറത്തെ വീടുകാരായിട്ടുള്ള പ്രശ്നം, അവരും ക്രിസ്ത്യാനി ഇവരും ക്രിസ്ത്യാനി, ആ അന്ധവിശ്വാസം മുതലെടുത്ത് ഇവരിൽ നിന്ന് കഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം അയാൾ ഇവിടെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് ഒരു മന്ത്ര ഏലസും കൊണ്ടുവന്നിട്ട് അവസാനം ഇവരതെല്ലാം വിശ്വസിച്ച് ഭയങ്കര പരിഞ്ഞു മുറുകി അന്ധവിശ്വാസത്തിൽ ഇതുകൊണ്ട്. പക്ഷേ ഈ പെയിൻറ്റിങ്ങുകാരൻ കാശായിട്ടും പറ്റിച്ച്, കൂലിയിലും പറ്റിച്ച്, പണിയിലും പറ്റിച്ച്. അവൻ പണിയെടുക്കുന്നതിൽ കൂടുതൽ സമയം ഈ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞും ആ വീട്ടുകാരെക്കുറിച്ച് തെറ്റി. അവസാനം പിടിവിട്ടു പോയ സാമ്പത്തികം തികയാതെയും ഇവന് കടവുമൊക്കെ ആയപ്പോഴാണ് ഈ വീട്ടുകാർക്ക് ബോധം വന്നത് ഇവൻ തന്നെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചിട്ട് ഞങ്ങളെ പറ്റിച്ചതാണെന്ന്. ഇങ്ങനെ മുറിവൈദ്യം കൊണ്ട് പലരെയും പറ്റിക്കുന്ന പലരും പല രൂപത്തിലും കപട വേഷധാരികളായിട്ട് നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം. കാരണം ഇതിൽ കൂടെ ഒന്നും നമുക്ക് വരാനില്ല. ഇതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ തേര്, രഥം, അതുപോലെ സർപ്പശല്യം. ഒരു പറമ്പ് വെക്കാനിട്ടിട്ട് വന്നവരോട് മുഴുവൻ സർപ്പമുണ്ടെന്നും പറഞ്ഞു മേടിച്ചിട്ട് അവൻ്റെ സ്വന്തക്കാരനെ കൊണ്ട് തന്നെ പെട്ട വിലക്ക് സ്ഥലം മേടിപ്പിക്കാനുള്ള അടവായിരുന്നു. അവൻ 2-3 വീട് അതിൽ കയറ്റി അങ്ങോട്ട് വെച്ചു. പലരും വന്ന് നോക്കിയപ്പോൾ നോക്കണവരെല്ലാം എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് സർപ്പമുണ്ട് മേടിക്കല്ലേ എന്ന് പറഞ്ഞ് അവസാനമാണ് നാട്ടുകാർക്ക് കള്ളത്തരം വെളിപ്പെട്ട് കിട്ടിയത്. ആ ഉടമസ്ഥന് നിക്കക്കള്ളിയില്ലാതായപ്പോൾ പതിയെ വന്ന് മുട്ടി, വേറെ ആളെ കൊണ്ട് മുട്ടി പെട്ട വിലക്ക് എടുപ്പിച്ചു. ഇങ്ങനെ സർപ്പം ഇങ്ങനെ കിടക്കണേല്ലേ ചുറ്റി. ചൈനയിലാണെങ്കിൽ അവർ പൊരിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആരുടെയും വിശ്വാസത്തെ കയറി പിടിക്കുകയല്ല, അതിൻ്റെ പുറകെ പോണവർ ശീലിച്ചവർ അത് പോയിക്കോട്ടെ. പക്ഷേ ക്രിസ്ത്യാനി ഈ സർപ്പത്തിൻ്റെയും തേരിൻ്റെയും രഥത്തിൻ്റെയും പുറകെ ഒന്നും പോകണ്ട. ഇങ്ങനെ പറമ്പിൽ ക്ഷുദ്രമുണ്ട്, അല്ലെങ്കിൽ ഈ പറമ്പിൽ വീട് വെക്കാൻ പറ്റില്ല, 1 ഏക്കർ ഭൂമിയിൽ വീട് വെക്കാൻ നോക്കിയിട്ട് എങ്ങും സ്ഥാനം കാണാനില്ലെന്ന് പറഞ്ഞ്. പക്ഷേ അവസാനം പെട്ട വിലക്ക് അത് വിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് മേടിച്ചവർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, അവർ 5-3 സെൻറ്റ് വീതം വഴിയൊക്കെ തിരിച്ചിട്ട് പണിതപ്പോൾ അതിൽ നിറയെ വീടുകൾ വന്നു. ഒരു സ്ഥാനക്കേടുമില്ല. ഇവിടെ 1 ഏക്കറിൽ എങ്ങും സ്ഥാനമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്. അപ്പോൾ ഇതിന് പിന്നിലുള്ള എല്ലാം പല കച്ചവട താല്പര്യങ്ങളും ദുരുദ്ദേശങ്ങളും അന്ധവിശ്വാസങ്ങളും മനുഷ്യരെ കൊള്ളയടിക്കുന്നതും വ്യക്തിവൈരാഗ്യങ്ങളും കുടുംബ വൈരാഗ്യങ്ങളും തീർക്കുന്ന പല രഹസ്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. കച്ചവടം മുടക്കി വിടാനോ, ചുളിവിൽ തട്ടിയെടുക്കാനോ, അല്ലെങ്കിൽ അവരെ ചതിക്കാനോ, വ്യക്തിവൈരാഗ്യം തീർക്കാനോ, പൂർവ്വവൈരാഗ്യം തീർക്കാനോ, അവരോട് അസൂയ മൂത്തട്ടോ, അവരുയർന്നു പോകരുത്, രക്ഷപ്പെടരുത്, പണി കൊടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അന്ധവിശ്വാസം മൂത്തട്ടോ ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും പിന്നാലെ പോയി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത് തന്നെയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടതാണ് ഇങ്ങനെ വളച്ച് മതിലിങ്ങനെ നേരെ വന്നിട്ട് അവിടെ വന്നപ്പോൾ ഇങ്ങനെ പോലെ വളച്ചൊരു കഷ്ണം. അപ്പോൾ പറഞ്ഞ് ഈ വീട് ഞങ്ങൾ മേടിച്ചതാണ്, ഈ വീട് വിറ്റിട്ട് പോയ ആൾക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വന്ന്, പിന്നെ ഭാര്യയ്ക്ക് ചെവിക്ക് ഓപ്പറേഷൻ വന്ന്, അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ ഓടി വീടിൻ്റെ സ്ഥാനം ശരിയല്ല, പൊളിക്കണം എന്ന് പറഞ്ഞ്. ആ സമയത്ത് സൊസൈറ്റിയിൽ നിന്നൊക്കെ കടമെടുത്ത്, ഇല്ലാത്ത കടം, ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഓപ്പറേഷൻ, ഭർത്താവിന് ഓപ്പറേഷൻ, ഈ സമയത്ത് കടമെടുത്ത് വീണ്ടും മേലിട്ട് പണിതു. ലോണെല്ലാം മുടങ്ങിപ്പോയി. കാരണം വരുമാനമില്ല. ഇതെല്ലാം ബന്ധിപ്പിക്കുന്നത് സാധനത്തിൻ്റെ ദോഷം, ഭൂമിയുടെ ദോഷം, വിവരക്കേടെന്ന് പറയും. കാരണം ആലോചന ഇല്ലാതെ ജോലിക്ക് പോകാൻ പറ്റാതെ ഓപ്പറേഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് കടമെടുത്ത് ഒന്നും കൂടെ പണിതപ്പോൾ അതെല്ലാം മുടങ്ങി. അവസാനം വീട് ജപ്തി ബാധ്യതയിൽ
എത്തിച്ചേർന്ന അവസ്ഥ. ഇങ്ങനെ എത്ര എത്ര പേരെ കണ്ടുമുട്ടുന്നെന്ന് അറിയാമോ? എന്നിട്ട് ഈ മേടിച്ചവനാട്ടെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അതെല്ലാം ഒരു അലങ്കാരമാക്കി ആ ഏങ്കോണിപ്പ് വന്ന് അവർ അന്ധവിശ്വാസം പണിത് വെച്ച സ്ഥലത്ത് ഒരു ഷെൽഫ് പോലെയൊക്കെ പണിത് വീട് നല്ല മെനയാക്കി പണിതെടുത്ത് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സമാധാനമായിട്ട് വർഷങ്ങളായിട്ട് അതിൽ ജീവിക്കുകയാണ്. പ്രാർത്ഥന വേണം. മാർക്കോസ് 9:29 പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു മാർക്കോസ് 9:29 ഈ വർഗം പുറത്തു പോവുകയില്ല. അതിന് പരിഹാരം ആരാ എന്തോ ചെയ്തോന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കണ്ട. അത് തലക്ക് ഭ്രാന്ത് പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇട്ടവരെയും ചെയ്തവരെ അന്വേഷിച്ച് നടന്ന ഭൂമിയുടെ അങ്ങേയറ്റം വരെയും പോയാലും തീരാൻ വേണ്ടി ഫോണില്ല. ഭൂമിക്ക് ദോഷം, വീടിന് ദോഷം, പറമ്പിൻ്റെ ദോഷം, സർപ്പത്തിൻ്റെ ദോഷം, നാളിൻ്റെ ദോഷം, സമയത്തിൻ്റെ ദോഷം ഒന്നും ചൂണ്ടിക്കാണിച്ചു കൊടുക്കണ്ട. ഇങ്ങനെ അന്തരീക്ഷത്തിൽ വരച്ച വര പോലെ പറഞ്ഞാൽ മതി. ആ പേരിൽ എന്തോരം പൈസയാ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നവരും പിന്നെ കുഴപ്പമാണെന്നും പറഞ്ഞ് വിറ്റ് പിറക്കി പെട്ട വിലക്ക് നഷ്ടപ്പെടുത്തി പോകുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രവും പൂജയും ഹോമവുമായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ളവരെയൊക്കെ എല്ലാം തീർന്ന് ഞാൻ പറയും നിങ്ങൾ വൈകിപ്പോയി, ഇപ്പോഴാണല്ലോ എത്തിയതെന്ന് പറയും. ചാത്തൻ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ പോയിട്ട് ക്രിസ്ത്യാനിയാ ക്രൈസ്തവ കുടുംബം. അപ്പോൾ ചെല്ലാതെ ആയപ്പോൾ അവർ എഴുത്തുവിട്ട് ചാത്തന് കൊടുക്കാനുള്ള വകയിൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ കൊടുക്കായികയാൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളുക. ചാത്തൻ രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞാണ് ചാത്തൻ്റെ പുറകെ പോയി വീണ്ടും പൈസ കൊടുക്കാനില്ലാതെയായപ്പോൾ കൊല്ലുന്നത് പോലത്തെ ഭീഷണിക്കത്ത്. ഞാനിവിടെ അതും കൊണ്ടുവന്നപ്പോൾ മാതാവിൻ്റെ നടയിൽ കത്തിച്ച് വെച്ച തിരിയെടുത്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ അതങ്ങോട്ട് കത്തിച്ച് കളഞ്ഞിട്ട് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ പോയി കുമ്പസാരത്തിൽ ഏറ്റുപറ ഇനി മേലിൽ ഇങ്ങനത്തെ കാര്യമൊന്നും ചെയ്യരുത്, ഇനിയുള്ള ജീവിതം പരിഹാരം ചെയ്ത് യേശുവിനെ രക്ഷകനെന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ കണക്കില്ലാത്ത പൈസയാണ് ഈ അന്ധവിശ്വാസങ്ങൾ. സംഖ്യ 23:23 യാക്കോബിന് ആഭിചാരം ഫലിക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഏൽക്കുകയുമില്ല. ഇതാ മോക്കളെ കല്യാണം നടക്കണില്ല, മോൻ്റെ കല്യാണം നടക്കണില്ല. കാരണം 35 38 40 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നല്ല സമയത്ത് ഒരു 10 27 26 27 28 വയസ്സ്. എൻ്റെയൊക്കെ കല്യാണം 25-ാമത്തെ വയസ്സിൽ നടന്നു. 24 വയസ്സിൽ മാതാപിതാക്കൾ ഉറപ്പിച്ച് വെച്ചു, 25-ാമത്തെ വയസ്സിൽ കല്യാണം നടന്നു. ഇന്നിപ്പം മക്കളൊക്കെ മിടുക്കന്മാരായി വലിയവരൊക്കെ ആയി. കാരണം 127-ാം സങ്കീർത്തനത്തിൽ പറയേണ്ട യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ പോലെയാണ് എന്ന്. അപ്പോൾ യൗവനത്തിലുണ്ടാകുന്ന ദൈവം തരുന്ന മക്കൾ ഒപ്പത്തിനൊപ്പം അതിലും വലുതൊക്കെ ആയി അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇന്ന് നമുക്കൊത്തിരി ആശ്വാസം, ഒത്തിരി സമാധാനവും ഒത്തിരി സന്തോഷമുണ്ട്. മൂത്തുമൊരഞ്ഞ് വയസ്സായി മൂക്കിൽ പല്ലും വന്ന് അല്ലെങ്കിൽ പല്ലും പൊഴിഞ്ഞ് ചെവിയും കേൾക്കില്ല കണ്ണും കാണാതെ ആയിട്ട് മക്കളും മരുമക്കളും പേരക്കിടാങ്ങളായിട്ട് കാണുന്നതിനേക്കാൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയോ നല്ലതാണ്. നേരത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. അപ്പോൾ അന്ധവിശ്വാസം അനാചാരം പറഞ്ഞ് നാളിൻ്റെ ദോഷം പറഞ്ഞ് സമയത്തിൻ്റെ ദോഷം പറഞ്ഞ് ഇതെല്ലാം ചൂഷണം ചെയ്യുന്നവരെ മുതലെടുക്കുന്നവരെല്ലാം തിരിച്ചറിയുക. കാരണം ദൈവത്തിൻ്റെ വചനം മുമ്പിലും പിമ്പിലും എനിക്ക് അവിടുന്ന് കാവൽ നിൽക്കുന്നു. 139-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ 139:5 സംഖ്യ 23:23 യാക്കോബിന് ആഭിചാരം ഫലിക്കയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും പുറകെ പോയി സമയവും ജീവിതവും കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട് ലൂക്കാ 10:10 കർത്താവേ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്ന്. ലൂക്കാ 10:19-20 പറയുന്നുണ്ട് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല, പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തികളുടെയും നിങ്ങൾക്ക് അധികാരം ലഭിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സ്വാധീനിച്ചും വശീകരിച്ചും ആകർഷിച്ചും അന്ധവിശ്വാസങ്ങൾ അങ്ങനെ അടിച്ച് തലയിൽ കയറ്റിക്കൊണ്ട് പിന്നെയും പലരും ഇടയും നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ബൈബിളിൽ പറയാത്ത ഈശോ അപ്പോസ്തലന്മാരും ചെയ്യാത്ത വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെയും പുറകെ ദൈവത്തെ ഓർത്ത് പോകരുത്. കാരണം 1 യോഹന്നാൻ 4:1 പറയുന്നു എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ പോകുന്നത് തലമുറകൾക്ക് ശാപമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 18-19 വാക്യങ്ങളിൽ വിശ്വാസം സ്വീകരിച്ച
പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ച് ജാലവിദ്യകൾ കാണിച്ചിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചൊല്ലുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. വിലയൊന്നും നോക്കിയില്ല. വചനം കേട്ട് മാനസാന്തരപ്പെട്ടവർ അതെല്ലാം അഗ്നിക്ക് ഇരയാക്കി. അതുകൊണ്ട് എത്ര കാശ് മുടക്കി എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും കളഞ്ഞ ദോഷം ഉണ്ടാവുമെന്ന് അന്ധവിശ്വാസം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിശാചിനെ വെച്ചുകൊണ്ടിരുന്നാലാണ് ദോഷം, കളയാതിരിക്കുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. യോഹന്നാൻ 8:44 പറയുന്നുണ്ട്, യോഹന്നാൻ അവൻ നുണയനും നുണയുടെ പിതാവാണ്, ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. വീണ്ടും എസെക്കിയേൽ പ്രവചനം 13:18-20 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് പൊട്ടിച്ച് കളയുക. നാളുകളുടെ കല്ലുകൾ വെച്ച് മോതിരമൊക്കെ ഇടുക, എന്നിട്ട് പള്ളിയിൽ കാഴ്ചവെപ്പും കൊണ്ട് പോകുന്ന സങ്കടം തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. അതുപോലെ മന്ത്രച്ചരടുകൾ, ഏലസ്, മന്ത്രത്തകിട് കടയിൽ വെക്കുക, യേശുവിൻ്റെ പടത്തിൻ്റെ അടുത്ത് തന്നെ വെച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനി. ഇതിനേക്കാൾ വലിയ ദോഷമുണ്ട്. അതുപോലെ കുടുംബത്തിൽ കയറി വരുന്ന സ്ഥലത്ത് മന്ത്രവാദി പറഞ്ഞതായിട്ട് കുഴിച്ചിടുന്നു. മന്ത്രവാദി പറയുന്നത് കേട്ട് പറയുന്നു, വല്ലാർവാടം പള്ളി പോയി തിരികെത്തിക്ക്, എടപ്പള്ളി പള്ളി പോയി നേർച്ചയിട്. അവർ വേറൊന്നും പറഞ്ഞില്ല, ഇതാ പറഞ്ഞത്. ആലൂർ പള്ളി കുർബാന ചൊല്ലിക്ക്. മന്ത്രവാദി പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ട് പറയും അതിൽ വിശ്വസിക്കാൻ വേണ്ടി അവരങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, നേർച്ച കൊടുക്കാനാണോ പറഞ്ഞത്. അവസാനം മന്ത്രവാദിക്ക് എത്ര ഫീസ് കൊടുത്തെന്ന് കേൾക്കുമ്പോൾ പള്ളിയിൽ ഒരു മരിച്ചവർക്ക് കുർബാന ചൊല്ലിക്കാൻ, ഒരു അനത ചൊല്ലിക്കാൻ, അല്ലെങ്കിൽ പള്ളിപണിക്ക് വേണ്ടി ഒരു 10 രൂപ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിപ്പിറക്കും, പ്രാഗും ഇഷ്ടക്കേടും എല്ലാമാണ്. പക്ഷേ ഈ ഒളിച്ചും പാത്തുള്ള കാര്യത്തിന് വേണ്ടി 1000, 10,000, ലക്ഷങ്ങൾ കൊണ്ടു കൊടുക്കുന്നവർ പലരും ഇപ്പോഴും കയറിപ്പോകാത്തതിൻ്റെ, ഉയർന്നു വരാത്തതിൻ്റെ കാരണം എന്താ? സമ്പാദിച്ച സമ്പാദ്യങ്ങളും അല്ലെങ്കിൽ കടം മേടിച്ചതും കൂടെ കൊണ്ടുപോയി കൊടുത്ത് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം. ഇതൊന്നും ആർക്കും ഫലിക്കില്ല. കുഴി കുഴിച്ചവൻ കുഴിയിൽ തന്നെ വീഴും. ഉപ്പ് തിന്നണവൻ വെള്ളം കുടിക്കും. യേശയ്യാ പ്രവചനം 54:17 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. എൻ്റെ ക്രിസ്ത്യാനി, അതുകൊണ്ട് നീ ഇതിൽ വിശ്വസിച്ച് നടക്കല്ലേ. ഭർത്താവിൻ്റെ പെങ്ങൾ കൂടോത്രം ചെയ്തെന്നും പറഞ്ഞിട്ട് അമേരിക്കയിലിരിക്കുന്ന, ഞാൻ സ്കൈപ്പ് വഴി നേരത്തെ പ്രസംഗിക്കുമായിരുന്നു, അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് വചനം കേൾക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര പരാതി. ഒരു ദിവസം പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഭർത്താവ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് പെടുത്തിക്കളയുന്നത് പോലെ, ചേട്ടാ ഇതാ ബ്രദർ എന്നും പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞു, വെറും നാടകമാണ് ബ്രദറെ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രാർത്ഥനയും കേൾക്കും വചനവും കേൾക്കും, പക്ഷേ എൻ്റെ സ്വന്തം കൂടപ്പറപ്പിനോട് പെങ്ങളോട് ഇവക്ക് കടുത്ത വൈരാഗ്യം. ആരോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തു, അവൾ എൻ്റെ പെങ്ങൾ ഇവളെ കൂടത്തിന്. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പുറകെ ഇവക്കട തലയിലല്ല അതിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ വചനം കേൾക്കാം, ഞാനെന്നാൽ അത് രമ്യതപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും നേരെ അവർ പട്ടീനെയും പിടിച്ച് പ്രഭാത സവാരിക്ക് പോകുമ്പോഴാണ് ഇവർ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി ചെന്ന നേരത്തിന് അവരുടെ പട്ട് ചാടി ഇവരുടെ കൊങ്ങക്ക് പിടിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ, അവളോട് മാപ്പ് പറയാൻ ചെന്നപ്പോൾ അവരുടെ പട്ടീനെ കൊണ്ട് അവൾ എന്നെ കടിപ്പിക്കാൻ നോക്കി, ഇനി ഞാൻ ഒരിക്കലും കൂടൂലെന്നും പറഞ്ഞ് പിന്നെയും വിളിച്ച്. അപ്പോൾ ഭർത്താവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, പട്ടി കടിക്കാൻ വന്നതല്ല, പട്ടിയുടെ അണ്ണാക്കിക്കൊണ്ട് കൈയിട്ടതാണ്. അവർ പട്ടീനെയും കൊണ്ട് നടക്കാൻ പോയപ്പോൾ ആ സമയത്ത് ഇവൾ മാപ്പ് പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവൾ ആരായി? അപ്പോൾ ഇത് തീർക്കാൻ വേണ്ടിയാണോ? ഇങ്ങനെ ദൈവത്തിനേക്കാൾ സ്ഥാനം മറ്റുള്ളവർക്ക്, പെങ്ങൾ, അയൽവാസി കൂടോത്രം ചെയ്യുന്ന പറയുന്നവർ, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അത് പഠിച്ചവർ അത് ചെയ്യും. പക്ഷെ അതിനാണ് ശക്തി? ദൈവത്തിനാണ് ശക്തി, പിശാചിനാണ് ശക്തി? നിങ്ങൾ പറയും. സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നത്. വിശ്വാസ പ്രമാണം തന്നെ ദിവസം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കുകയും കുർബാന ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി ചൊല്ലിക്കാൻ പറ്റും. ഒഴിയാത്ത കൂടോത്രമില്ല, ഒഴിയാത്ത ബന്ധനമില്ല. തുറന്ന് നല്ലൊരു, നമ്മളും അങ്ങനത്തെ ചിലരൊക്കെ ഇത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനത്തെ മന്ത്രത്തിലും അന്ധവിശ്വാസത്തിലും പോയി നോക്കിച്ചിട്ടും, അല്ലെങ്കിൽ ആളെ പറഞ്ഞു വിട്ട് വേറെവരെ കൊണ്ട് നോക്കിച്ചിട്ട്, നേരിട്ട് കൊല്ലുന്നതും ആളെ വിട്ട് കൊല്ലുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം തന്നെയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള തകർച്ചകൾ തലമുറകളിലേക്ക് കടന്നു വരും. പുറപ്പാട് 25 പറയുന്നുണ്ട്, 1000 തലമുറ വരെ കരുണ കാണിക്കും.
അപ്പോൾ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നു. അതുകൊണ്ട് തലമുറകൾക്ക് തന്നെ ശാപമാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരം, ആഭിചാരം, മന്ത്രം, ക്ഷുദ്രം, കുഴിച്ചിടൽ, വെച്ച് സേവ. ഇതൊന്നും ക്രിസ്തീയമല്ല. കർത്താവ് ആരുടെയും കുഴിച്ചെടുക്കാനും പോയിട്ടില്ല, ആരുടെയും വീടും പൊളിപ്പിച്ചിട്ടില്ല. അവിടെ ഒരു പാവം തളവാത രോഗീനെ സുഖപ്പെടുത്താൻ ഈശോൻ്റെ അടുത്ത് ഇറക്കിയപ്പോൾ ഒരു വീട് പൊളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ഇറക്കിയെന്നും പറഞ്ഞ് ബൈബിളിലുണ്ട്. അപ്പോസ്തലന്മാരും ആരുടെയും കൂടോത്രവും ക്ഷുദ്രവും കുഴിച്ചാൽ പിശാചിനെ പുറത്താക്കി. മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തും, പിശാചികളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ എൻ്റെ പുറകെ പോകാതിരിക്കുക, തിരിച്ചറിയുക, മാനസാന്തരപ്പെടുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്, അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് പൊട്ടിച്ച് കളയുക. കല്യാണം നടക്കാത്ത ചാവക്കാട് പോയി പ്രാർത്ഥിക്കാൻ പോയതാണ്, 38 വയസ്സായി. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ചെന്ന് അവസാനം മനസ്സിലായ കാര്യം ഇതാണ്. കൈനോട്ടത്തിൽ പണ്ട് വേളാങ്കണ്ണി പോയപ്പോൾ കടപ്പുറത്തൂടെ കൈനോട്ടക്കാരി പറഞ്ഞ കാര്യം, ഏതോ ഒരു വര നീണ്ടു കിടക്കണമെന്നും പറഞ്ഞ്, വിവാഹ ഭാഗ്യമില്ലെന്നും പറഞ്ഞ്, കഴിച്ചാൽ പെണ്ണല്ലെങ്കിൽ അയാൾ മരിച്ചു. ഈ അന്ധവിശ്വാസം വെച്ചിട്ട് 23 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് കല്യാണം നോക്കണേ, 38 വയസ്സായി. തലയിലിരിക്കുന്നതൊന്ന്, അന്വേഷിക്കുന്നത് മറ്റൊന്ന്. ദൈവിക പദ്ധതിക്ക് തകടം വെക്കുന്ന അവസ്ഥ. തുറന്ന് അനുദപിച്ച് നല്ല കുമ്പസാരവും പ്രായശ്ചിത്തമൊക്കെ ചെയ്ത് വചനം കേട്ടപ്പോൾ 38-ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഈ കുടുംബത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോന്നു, വചനം നടന്നു. അന്ധവിശ്വാസങ്ങൾ വെച്ച് വീടുകൾ പൊളിച്ച് കളയുന്നവരും വീട് വെക്കാതിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. ചില മക്കളോട് വെറുപ്പ്, ചില നല്ല നാൾ ചീത്ത നാളെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അന്ധവിശ്വാസങ്ങൾ മൂത്ത് ഇങ്ങനെയുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആരെ വേണ്ടെന്ന് പറഞ്ഞു അവസാനം ചിലപ്പോൾ അവരെ തന്നെ വേണ്ടി വരും. നാളുകൾ, കല്ലുകൾ, സമയങ്ങൾ, ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നല്ല ഭംഗിയായിട്ട് പറയുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ട് അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു. അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. ഒരിടത്തു നിന്ന് ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തൊടണേനും പിടിക്കണേനും മുഴുവൻ അവർ ചെയ്തു, ഇവർ ചെയ്തു, അയൽവാസി ചെയ്തു, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനത്തെവരാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനത്തെയാണ്, ഭാര്യയുടെ ആങ്ങൾ അങ്ങനത്തെയാണ് എന്നും പറഞ്ഞ് ഓരോ ദിവസവും ഇങ്ങനെ പലരെയും കണ്ടുമുട്ടുകയും വരികയും ചെയ്യുമ്പോൾ പറയുന്നത് കേൾക്കാൻ ഇതുമാത്രമേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ തീരാത്ത മന്ത്രമുണ്ട്, പ്രാർത്ഥിച്ചാൽ തീരാത്ത പിശാചുണ്ട്, പിന്നെ പ്രാർത്ഥനയ്ക്ക് എന്താ സ്ഥാനം? അതുകൊണ്ട് ആ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് യേശു അപ്പോസ്തലന്മാരോട് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. യാക്കോബ് 4:7-8 പിശാചിനെ ചെറുത്തു നിൽക്കുവാൻ അവൻ നിങ്ങളെ വിട്ടകന്ന് പോയിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ അന്ധവിശ്വാസം വിശ്വസിച്ചിരുന്ന ജീവിതകാലം മുഴുവൻ അതിന് മാത്രം നേരേണ്ടാകത്തുള്ളൂ. കിട്ടുന്ന ഒന്നും തികയത്തില്ല. നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ മുതലെടുക്കാനും നശിപ്പിക്കാനും ഇറങ്ങിപ്പുറപ്പെട്ടവരും അങ്ങനത്തെ അന്ധവിശ്വാസക്കാരും ലോകത്തിലുണ്ട്. കാരണം ലോകത്തിൽ ഇതെല്ലാം ഉണ്ട്. കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്ന് യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും. കൊച്ചിന് അസുഖം വന്നെന്നും പറഞ്ഞിട്ട് കൂടെ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ്, അവർ മാസ്ക് ഒന്നും ധരിച്ചല്ല, ഇൻഫെക്ഷനും പനിയൊക്കെ വരുന്നെന്നും പറഞ്ഞിട്ട് മന്ത്രവാദിയുടെ അടുത്ത് പോയി ക്രിസ്ത്യാനികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തറ പൊട്ടിച്ചിട്ട് അതിൽ കൂടെ ചെയ്ത് കുഴിച്ചിട്ടിട്ട് അവസാനം ഉണ്ടായ ജോലിയും പോയി, ആകെ പ്രശ്നമായി, കടവും ബാധ്യതയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് കാര്യം പുറത്തു വരുന്നത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ. അപ്പോൾ തിന്മ, ഭീരു, അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. ഒരിടത്തും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തുമ്മണതും ചീറ്റണതും അനങ്ങണതും പിടിക്കണതെല്ലാം ഇതായിട്ട് ബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ജീവിതകാലം മുഴുവൻ ആരോ എന്തോ ചെയ്തെന്ന് ആരോ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ അവർ വെല്ലുവിളിച്ച് പറഞ്ഞതോ ആയ കാര്യങ്ങളും പറഞ്ഞ് ഇന്നാണ് ഇല്ല ഇതും വെച്ചുകൊണ്ടിരിക്കാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തോരം വാഗ്ദാനങ്ങളാണ്, എന്തോരം ആശ്വാസ വചനങ്ങളാണ് ഉള്ളത്, എന്തോരം ഡെലിവറൻസിൻ്റെ വചനങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു കൊടുക്കും, മാർക്കോസ് 1 വായിക്ക്, മാർക്കോസ് 5 വായിക്ക്, മാർക്കോസ് 9 വായിക്ക്. ഇന്ന് 1 നാളെ 5-ാം അധ്യായം വായിക്ക്, നാളെ 5 ആണെങ്കിൽ മറ്റന്നാൾ 9-ാം അധ്യായം വായിക്ക്. ഒരു മാസം നിങ്ങൾ അങ്ങനെ വായിക്ക്. അത്ഭുതകരമായ വിടുതലുണ്ടാവും. യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നു, യേശു അശുദ്ധാത്മാവിനെ
തന്നെ സുഖപ്പെടുത്തുന്നു, പിശാചുബാധന ബാലനെ സുഖപ്പെടുത്തുന്നു. ആ ഹെഡിങ്ങോടുകൂടി ആ ഭാഗങ്ങളൊക്കെ എടുത്ത് ഒരു മാസം ഒന്ന് വായിക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വായിച്ചിരിക്കുന്നത്. ഞങ്ങളോടൊക്കെ പലരും പണ്ട് കാലത്ത് 10-35 വർഷം മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രക്ഷപ്പെടില്ല, കെട്ടിയിട്ടേക്കണേണ്, നശിച്ച് വെണ്ണീറായി പോകും, അങ്ങനെ എങ്ങനെയാ നിങ്ങളോട് വൈരാഗ്യമുള്ളവർ ചെയ്തേക്കണേണ്, ശത്രുക്കളാണെന്ന്. ഇത് വേറെ പണിയില്ല. ഇതൊക്കെ എങ്ങനെ വിശ്വസിച്ചു പോയി? അതൊന്നും വിശ്വസിക്കണ്ട. അതുപോലെ കന്നിമൂലയും അന്ധവിശ്വാസവും രാഹുകാലവും ശകുനവും ഒന്നും എൻ്റെ പൊന്ന് ക്രിസ്ത്യാനി വിശ്വാസി 2 വഞ്ചിയിൽ കാല് വെക്കല്ലേ, മാനസാന്തരപ്പെട്. അപ്പം തിന്മ ഭീരുത്വം നിറഞ്ഞതാ, അത് തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു, മല പോലെ ബലൂൺ പോലെ വീർക്കും. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ ആലോചിച്ച് ചിന്തിച്ച് അതിന് പറ്റിയ പോലത്തെ ആൾക്കാരെ പിന്നെയും കൂട്ടുകിട്ടും. അവർ ഊതി വീർപ്പിച്ച് വലുതാക്കി നമ്മളെ ഒരു പരുവമാക്കും. അവരാക്കിയില്ലെങ്കിൽ സ്വയം ഇങ്ങനെ പിന്നെ ഉറക്കമില്ല, രോഗം മാറുന്നില്ല, കണ്ണ് കാണുന്നില്ല, പോകുന്നിടത്തെല്ലാം തട്ടുകേടും, വീട്ടിലുള്ളവർക്കും വല്ലതും സംഭവിക്കും. അത് തന്നെ സംഭവിക്കും. കാരണം നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞ ബൈബിളിൽ ഇതുപോലത്തെ പല സംഭവമുണ്ട്. അപ്പോൾ ദ ലോ ഓഫ് റിഫ്ലക്സ് എഫക്റ്റ്, ജോബ് 3:25, ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ്, അതായത് നല്ലത് വരുമെന്ന് വിചാരിച്ചാൽ നല്ലത് തന്നെ വരും, ദോഷം വരുമെന്ന് കുഴപ്പമുണ്ടാവുക, ആരോ എന്തോ ചെയ്ത് വെച്ചിരിക്കാമെന്ന് വിചാരിച്ചാൽ മനഃശാസ്ത്രവും കൂടെ പറയുന്നത് അത് കറക്റ്റാണെന്ന്, അങ്ങനെ തന്നെ വരും. അതിനാരും ഒന്നും ചെയ്തു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അന്തരീക്ഷത്തിൽ കണ്ണുറന്ന് നോക്കാൻ പോലും പേടി. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ഏതാ അധ്യായം എന്ന് വേണ്ടി ചോദിക്കും. ജ്ഞാനം 17:9 മുതലാണ് ഈ വായിക്കുന്നത്. തിന്മ ഭീരുത്വം നിറഞ്ഞ അത് തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷി സമ്മർദ്ദം അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. ഭയം എപ്പോഴും അങ്ങനെയല്ല, ഇത് ഇങ്ങനെ തന്നെയാണ്, ശരിയാണ്, എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ പറമ്പിൽ നിന്ന് കരിക്കട്ട കിട്ടി, ആണി കിട്ടി, ഏലസ് കിട്ടി, ഉണ്ടാകും. പറമ്പൊക്കെ കളച്ച് മറിക്കുമ്പോൾ പലതും, ചിലർ വലിച്ചെറിയുന്നതാകാം, ചിലർ കൊണ്ടുവന്നിട്ടതാകാം. എൻ്റെ ഈ പറമ്പിൽ നിന്ന് എന്തോ ആകെ 5 സെൻറ്റേ ഉള്ളു. വന്ന കാലം മുതൽ എന്നെ ഓടിച്ചു കളയാൻ വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇട്ടവരുണ്ട്. ചിലപ്പോൾ മുൻകാലത്തുള്ളവരുടെ സമ്പാദ്യങ്ങളിൽ പെട്ടതായിരിക്കാം. പക്ഷെ അതൊന്നും കണ്ട് നമ്മൾ ഓടിപ്പോയില്ല. കാരണം ഇവിടെ തിരുഹൃദയത്തിൻ്റെ പ്രശാന്തച്ചൻ വന്ന്, ഞാൻ അച്ഛൻ്റെ ടീമിലെ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ അച്ഛനാണ് വന്ന് തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച് നമ്മളത് കത്തിജ്വലിപ്പിക്കുക, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ പോകാത്ത ഒരു വിശാചുമില്ല. നമ്മുടെ വീട്ടിലെ അൾത്താരയാണ്, ബലിപീഠമാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഈശോയുടെ തിരുഹൃദയം, അവിടെ മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. ഇടവ മധ്യസ്ഥനായ സെബസ്ത്യാനോസിൻ്റെ അമ്പുകളേറ്റ് പിടഞ്ഞിട്ടും ഇതാ പിൻവാങ്ങാതെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട, ജീവൻ വെടിഞ്ഞ, വീണ്ടും മുറിവുകൾ സുഖപ്പെട്ടിട്ടും തിരിച്ചു വന്ന് സത്യത്തിന് വേണ്ടി നിലകൊണ്ട് യേശുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസ് എൻ്റെ മധ്യസ്ഥൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേര് ഷൈജു ജോർജി, എൻ്റെ പള്ളിയിലെ പേര് ഫ്രാൻസിസാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും മേരിയെന്നും ജോസഫെന്നും ഫ്രാൻസിസെന്നും ജോർജെന്നും അൽഫോൺസെന്നും വർഗീസ് എന്നൊക്കെ പേരുണ്ട്. ആ പേരിനുള്ള വിശുദ്ധിയെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാം. അന്ധവിശ്വാസക്കാരൻ്റെ പുറകെ, കൂടോത്രക്കാരൻ്റെ പുറകെ ആലോചന ചോദിച്ചു പോകല്ലേ. രക്ഷപ്പെടാത്ത കാരണം ഇതാ. അപ്പോൾ മക്കളെ കല്യാണമൊക്കെ നടക്കുന്നില്ല, അത് ഒരു സമയമുണ്ട്. വന്നപ്പോഴൊക്കെ തട്ടിക്കളഞ്ഞ്, സമയമായില്ല, പ്രായമായില്ല, ഗവൺമെൻറ് ജോലി കിട്ടട്ടെ, സ്ഥിരജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടു. ഇപ്പോൾ പ്രായവുമായി, ഇപ്പോൾ ഒന്നും നല്ലതൊന്നും വരുന്നില്ല. അതിനെ ആരോ കൂടോത്രം ചെയ്യുന്നു പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ ജോലിയൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടിയതിലൊന്നും കയറിയില്ല, വർഷങ്ങൾ നീണ്ടുപോയി, എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ ഒരു ഓപ്പണിങ് കിട്ടുന്നില്ല. എന്നിട്ട് അതിന് വീടിൻ്റെ കുഴപ്പം, സ്ഥലത്തിൻ്റെ കുഴപ്പം, ആരോ ചെയ്തു വെച്ച് അസൂയക്കാർ ചെയ്തെന്ന് പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ. സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടണം. ഒന്നും ചെയ്യാത്തവനെ ആർക്കും വേണ്ട. അതുകൊണ്ട് ഇവിടെ വരുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, കിട്ടുന്നത് ചെറുതാണെങ്കിലും കയറണേ. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവരോട് ഞാൻ പറയും, നീട്ടി കൊണ്ടുപോകല്ലേ, ദൈവം തന്നെ സമയത്ത് സ്വീകരിക്കും. ബാക്കിയെല്ലാം ആക്കിയിട്ട് കൊച്ചിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ അവസാനം കുഞ്ഞുണ്ടാകാത്ത പലരെയും കണ്ടുമുട്ടുന്നുണ്ട്. അതുകൊണ്ട് വേണ്ട, ഇപ്പം വേണ്ട, അത് തലച്ചോറിൽ കിടക്കുക. അവസാനം വേണമെന്ന് നോക്കുമ്പോഴും വേണ്ട എന്ന് തലച്ചോറ് പറയും.
അപ്പോൾ 5ഉം 8ഉം കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിനെ നോക്കാം, എല്ലാം ശരിയായി, വിസ കിട്ടി, ജോലി കിട്ടി എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ ദൈവം കച്ചവടക്കാരനല്ല. ദൈവം തന്നെ സമയത്ത് പ്രകൃതിദത്തമായി നൈസർഗികമായി അത് സ്വീകരിക്കണം. അങ്ങനെ എന്നിട്ട് എന്തോ ചെയ്തു വെച്ചാൽ കുഴപ്പമാണ്, അതാ കിട്ടാത്തതെന്നും പറഞ്ഞിട്ട് ഓടി നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഭയങ്കരമാണ് അങ്ങനത്തെ വിശ്വസിക്കാനുള്ള താല്പര്യം. അപ്പോൾ അല്ലെങ്കിൽ പറയും ഇയാൾക്ക് കൃപയില്ല, ഇയാൾ എന്തായി പറയുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടെന്ന്. നല്ലതൊന്നും പറഞ്ഞ ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. അപ്പോൾ ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായം ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. നല്ലൊരു വചനഭാഗമാണ് ഇത്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാകും, പരിശുദ്ധാത്മാവ് കൃപ ചെയ്താൽ. ജ്ഞാനം 17:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ക്രിസ്തീയമല്ലാത്ത വചനവും കേൾക്കും, വചനവും എഴുതി വെക്കും, ഉടമ്പടിയും ചെയ്യും, അങ്ങനെ എല്ലാം കാണും, എല്ലാം ചെയ്യും, വണക്കമാസവും ചൊല്ലും, കുർബാനക്കും പോകും, പെരുന്നാളും നടത്തും, എല്ലാം ചെയ്യും. പക്ഷേ ഇപ്പുറത്തുകൂടെ അന്യദൈവ ആരാധന, അന്ധവിശ്വാസം, ശകുനം, ജാതകം. നിയമാവർത്തനം 18:13 പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നിയമാവർത്തനം 18:9 മുതൽ 13 വരെ വാക്യം എടുത്ത് വായിക്കണം. ലേവ്യർ 19:31 വായിക്കണം. ലേവ്യർ 20:6 വായിക്കണം. വെളിപാട് 21:8 വായിക്കണം. അവിടെ എല്ലാം പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം പോകുന്നത് ചെയ്യുന്നത് പാപമാണ്. അത് ചെയ്യുന്നവരെ വിശ്വസിച്ചിരിക്കുന്നവർ, ചെയ്തു വെച്ചവരെ വിശ്വസിക്കാനിരിക്കുന്നവർ, അതും അതിനേക്കാൾ വലിയ പാപം. അതുകൊണ്ട് വീട്ടിൽ ഈശോയുടെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തോടെ നിലകൊണ്ടാൽ തിരുഹൃദയ സ്നേഹാഗ്നി അവിടെ കത്തിപ്പടരും. ഒരു തിന്മയും നിങ്ങളെ ഉപദ്രവിക്കുക, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്ക 10:19-20. യേശുവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെ തിരക്തം കൊണ്ട് കഴുകി സകല കന്നിമൂല, അന്ധവിശ്വാസം, ജാതകം, ശകുനം, ആഭിചാരം, രുദ്രപ്രയോഗ വിശ്വാസങ്ങളിൽ നിന്നും ആരോ എന്ത് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് തലേ കിടക്കുന്ന തെറ്റായ ബോധങ്ങളിൽ നിന്നും മോചിക്കണമേ. യേശു ഞങ്ങളുടെ കർത്താവും രക്ഷകനുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളോ പൂർവികരോ ബന്ധുമിത്രാദികളോ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ ക്ഷണിച്ചു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി ഞങ്ങൾ മാപ്പും പ്രതിയും യാചിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ പരിഹാരം ചെയ്തും പശ്ചാത്തപിച്ചും ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഹാലേലുയ, ഹാലേലുയ. അവിടുത്തെ തിരക്തം കൊണ്ട് കഴുകണമേ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും വിശുദ്ധീകരിക്കണേ, മാനസാന്തരം കൊടുക്കണേ. ഞങ്ങളുടെ വീടിന് ചുറ്റും സങ്കീർത്തനം 34:7 മാലാഖമാരെ ചുറ്റും കാവൽ നിർത്തണമേ. യേശുവേ, അവിടുത്തെ തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. കർത്താവേ, അവിടുത്തെ മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി ജോബ് 1:10 വചനത്താൽ ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷണം നൽകണമേ. ഹാലേലുയ, ഹാലേലുയ. ജോബ് 1:10 വചനം പറഞ്ഞു പ്രാർത്ഥിക്ക്. ലൂക്ക 10:19-20 പറഞ്ഞു പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 122:7-8 പറഞ്ഞു പ്രാർത്ഥിക്ക്. സക്കറിയ 9:8 വചനം പറഞ്ഞു പ്രാർത്ഥിക്ക്. സക്കറിയ 2:5 പറഞ്ഞു പ്രാർത്ഥിക്ക്. ഞാൻ അതിനു ചുറ്റും അഗ്നിക്കോട്ടയായിരിക്കും. സക്കറിയ 9:8 എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ലൂക്ക 11:21 ശക്തനായുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമത്രേ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനമാണ്, വചനം യേശുവാണ്, വചനം മാംസം ധരിക്കും. വചനമാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്, കുടുംബാംഗങ്ങളിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ മന്ത്രമോ ക്ഷുദ്രമോ അന്ധവിശ്വാസമോ കന്നിമൂലയോ തേരോ രഥമോ അതിനെ പരിപാലിക്കുന്ന വിശ്വാസമോ അല്ല. രണ്ടു വഞ്ചിയിലും കാലുവെച്ചാൽ രണ്ടും അകന്നു പോകും. അതുകൊണ്ട് ഈ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് കടന്നു പോകുന്നത് പോലെ ഇനിയും ഇത് വെച്ച് താലോലിക്കാതെ വിശുദ്ധിയിൽ മാനസാന്തരപ്പെട്ട് ജീവിക്കാം. നിത്യകന്യ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക വെളിപാട് 12 നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ വഴി നമുക്ക് ദൈവവചനത്തിൽ ശരണപ്പെടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ലൈക്കുകളെല്ലാം അയക്കുക. പ്രേക്ഷിത വേലകൾ പങ്കുകാരാകാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പതിവായിട്ട് ലഭിക്കുന്നതാണ്. ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും നമുക്ക് പങ്കുവെച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ്